ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ആ പ്രേതം ഫുള്ളും ഗിന്നിനെ കൺട്രോൾ ചെയ്ത് കാണും. അങ്ങനെ അതിനുശേഷം ഈ കാര്യം ഇപ്പോൾ സിയോങ് അറിയുമ്പോഴാണ് അവളും മൊത്തം ഷോക്കാവും. കാരണം ഇനി തൊട്ട് ഇവൾക്ക് ഗിന്നിനോട് സംസാരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ആ വിഷമത്തെ അവളും ഇവനോട് അധികം ഒന്നും സംസാരിക്കാതെ അവൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോഴാണ് അതേസമയം അവിടേക്ക് ഒരു യംവയും ഇപ്പൊ ബോങ്സുവിനെ കണ്ട് ഇവന്റെ ഇരിക്കുന്ന മറ്റേ മോതിരം എവിടാൻ ചോദിക്കും. പക്ഷെ അവനാണ് ആ മോതിരക്ക് എവിടെ പോയി എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ അങ്ങ് പറഞ്ഞയക്കും. പക്ഷെ അതേസമയം ആ മോതിരം ഇവന്റെ കയ്യിൽ തന്നെ ഉള്ള. കാരണം ഈ മോതിരം കൊണ്ട് ഗിന്നിന്റെ അകത്തിരിക്കുന്ന പ്രേതത്തിന് മോശമായിട്ടുള്ള ഒരു എവിലാക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടിയാണ് ആ ഗോസ്റ്റിന് ബന്ധപ്പെട്ടുള്ള ആ മോതിരം അവൾ ചോദിച്ചു വന്നത്. പക്ഷെ ബോങ്സുവിന് അതേപോലെ മോശമായിട്ടുള്ള പ്രേതാകാനൊന്നും ആഗ്രഹമില്ല. അവളൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യമൊക്കെ സിയോങ്ങയുടെ അമ്മയോട് പറഞ്ഞിട്ട് ഇവനൊരു ഡെവിലാക്കി മാറ്റാനാ ആ യംവ ഇപ്പൊ ശ്രമിക്കുന്നതെന്ന് പറയും. അങ്ങനെ അതിനുവേണ്ടി മിക്കവാറും വല്ലതും പണി ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇവനും പറയുമ്പം ഇത് മനസ്സിലാക്കുന്ന അമ്മയും ഒരു പക്ഷേ യംവ ഗ്രിം റീപ്പറിനെ വിളിച്ചു വരുത്തി ഗിന്നുവിനെ കൊന്ന് ആ പ്രേതത്തിന്റെ ശക്തി കൂട്ടാനായിരിക്കും തീരുമാനിച്ചെന്ന് ഇവര് മനസ്സിലാക്കും. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഗിന്നിനെ രക്ഷിക്കണം, ആദ്യം അവന്റെ അകത്തിരിക്കുന്ന പ്രേത ബോങ്സിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് സിയോങ്ങെ വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവൾക്ക് ആ ബോങ്സിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ആ പ്രേതം ഇപ്പോ ഇവളുടെ അടുത്ത് നിന്ന് സ്നേഹം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ഷാമനായിട്ട് നീ ആ പ്രേതത്തിനോട് ഫുൾ ഇങ്ങനെ വെറുപ്പ് കാണിക്കില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് കുറച്ച് അഡ്വൈസ് ഒക്കെ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ അമ്മ പറഞ്ഞിട്ട് ഇവളും ബോങ്സിനോട് കുറച്ച് സ്നേഹത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ട് അവന് ഷോക്കായിട്ട് പെട്ടെന്ന് എന്തോ എന്നോടുള്ള ദേഷ്യമെല്ലാം മാറിയെന്ന് അവനും ചോദിക്കും. അപ്പോഴാണ് അവളും എന്റെ അമ്മ പ്രേതങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞെന്നറിഞ്ഞ് അവനോട് ആ കാര്യം പറയുമ്പം അവൻ ആ ചാൻസ് മുതലെടുത്ത് തന്നെ എങ്കിൽ പിന്നെ ഇനി തൊട്ട് എന്നോട് സ്നേഹത്തിൽ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളുടെ കൂടെ തന്നെ ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ജീഹയും ജലസായിട്ട് നിങ്ങൾ ഒന്നിച്ച് നടക്കുമ്പോൾ എന്തിനാണ് ബോങ്സുവിനെ പോലെ ആക്ട് ചെയ്യുന്നതെന്ന് ഗിന്നിനെ നോക്കി വഴക്ക് പറയുമ്പം അവന് കണ്ടറിയത്തിലടഞ്ഞ ബോങ്സു എന്നറിഞ്ഞ് ഇവനും കൂടെ സത്യം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് ഇത് കേട്ട് ജീഹോ വിഷമിച്ച് അപ്പോ നിന്നെ തൊട്ടാലും ഗിന്നു വരത്തില്ലെങ്കിൽ ഗിന്നു എവിടെ പോയെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഗിന്നുവിനെ മൊത്തത്തിൽ അവൻ കൈക്കലാക്കിയുള്ള കാര്യം പറയുന്നത്. ഇത് കേട്ട് അവന് വിഷമിച്ച് എങ്കിൽ പിന്നെ ഗിന്നിന്റെ ജീവിതം അവിടെ പോയെന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ ചോദിക്കുമ്പോൾ അവൾ ആ പ്രേതം വിചാരിച്ചാലേ പറ്റത്തുള്ളെന്ന് പറയും. കൂടാതെ 100 ദിവസമോ അല്ലെ 200 ദിവസമോ പ്രാർത്ഥന ചെയ്താൽ ചിലപ്പോൾ ആ പ്രേതം ഇവന്റെ അടുത്ത് നിന്ന് പോകുമെന്ന് പറയുമ്പം അവന് അത്ര സമയം എനിക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇപ്പൊ തന്നെ പ്രേതത്തിന് പാഠം പഠിപ്പിച്ചാലെന്ന് പറഞ്ഞിട്ട് ബോങ്സിനോട് ദേഷ്യത്തി ഗിന്നന്റെ ബോഡി ഇറങ്ങി പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും എനിക്കൊരു മനുഷ്യനായിട്ട് നിങ്ങളുടെ കൂടെയൊക്കെ ജീവിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞ് അവനും കുറച്ച് ഇമോഷണലായിട്ട് പറയുമ്പം ഇവൻ എന്തോന്നറിയാതെ സിയോങ്ങ പറഞ്ഞ പോലെ 100-200 ദിവസമോ പ്രാർത്ഥന ചെയ്ത് ഇവനെ പറഞ്ഞയക്കുന്നൊരു വെയിറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇവരൊക്കെ ചുമ്മാ ഇങ്ങനെ പറയുന്നുണ്ടെന്നും ആ ബോങ്സു അവന്റെ ബോഡിയിൽ നിന്ന് പോകത്തില്ല, അത് അവനെ കൊണ്ട് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. അതിനുശേഷം ബോങ്സും ഇനി തൊട്ട് ഗിന്നോട് ജീവിക്കാൻ പോകുന്ന അറിഞ്ഞിട്ട് അവൻ ഈ ജീവിതം സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് രാത്രി സ്കൂൾ കഴിഞ്ഞ് മറ്റേ കണ്ണാടിയിട്ട് പയ്യനെ വീണ്ടും അവന്മാരൊക്കെ റാഗ് ചെയ്ത് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കും. കൂടാതെ ഇവന്റെ കൂട്ടുകാരനും അവന്റെ കൂടെ അടി വാങ്ങിച്ച് അവന് ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്ന റൗഡി പായന്മാരുടെ കൂടെ ബോങ്സും അവന്മാരെ രക്ഷിക്കാൻ വേണ്ടി മാസമായിട്ട് അവിടേക്ക് ചെല്ലും. അപ്പോഴാണ് ആ റൗഡി പായന്മാരും ഗിന്നിന് ഫൈറ്റ് ചെയ്യാൻ അറിയത്തില്ലെന്ന് വിചാരിച്ച് അവനെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവസാനം ഇവന്മാരെ അടി വാങ്ങിച്ചു കൂട്ടും. അപ്പോഴാണ് ഇതെല്ലാം കാണുന്ന ബോങ്സും ആദ്യമേ ഞാൻ അവന്മാരെ അടിച്ചായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ അവസ്ഥയിലാകത്തില്ലെന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ ഇപ്പൊ ഒരു ഫ്രണ്ട്സ് ആകും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവന്റെ പുറകെ വന്ന സൂസൈഡ് പ്രേതവും ഇപ്പൊ ഇല്ലാതായി പോകും. കാരണം ഇവന്റെ കൂടെ ഇപ്പൊ കൂട്ടിന് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ അതിനുശേഷം അവന് വീട്ടിലേക്ക് വരുമ്പം ഇവൻ ഇത്ര സമയം അവിടെ പോയെന്ന് പറഞ്ഞ് സിയോങ് കഴിക്കും. അപ്പോഴാണ് അവനും ഞാനിപ്പോ കുറെ ബിസിയാന്ന് പറഞ്ഞിട്ട് അവന് റൂമിലേക്ക് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇവന്റെ കൈ ചോര ഇരിക്കുന്നുണ്ട്, നീ ഗിന്നുവിന്റെ ബോഡി കൊണ്ട് ഫൈറ്റ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവനൊരു അത്ലറ്റ് എന്നുള്ള കാര്യം മറക്കല്ലെന്ന് പറയും. അപ്പോഴാണ് അവനും നിന്നെ ദേഷ്യത്തിലും കാണാൻ ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റൂമിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് ഇവിടെ ബോങ്സോയിട്ട് ജീവിക്കുന്ന ഗിന്നുവിനായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ക്ലാസ് ഇരിക്കുന്ന പിള്ളേരായിട്ടൊക്കെ ഇവിടെ ബോങ്സു നല്ലോണം ക്ലോസ് ആകുമ്പോഴാണ് ഇത് കാണുന്ന സിയോങ്ങയും ഇത് യഥാർത്ഥത്തിൽ ഗിന്നു എന്നല്ല ഇവർക്ക് ബോങ്സുവിനെ ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞ് അവളതൊക്കെ വിഷമിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അന്ന് രാത്രി ഇവളും ഗിന്നിനോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വിഷമിച്ച് മറ്റേ ശ്യാമനോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പം അയാളും പറയും ഇവൾക്ക് ഗിന്നോട് സംസാരിക്കണേ, എനിക്ക് പിന്നെ രാത്രി ആ പ്രേതം വരുന്ന സമയത്ത് സംസാരിച്ചാൽ മതിയെന്ന്. കാരണം ഇതിനുമ്പോ ഗിന്നു ഉള്ളപ്പോൾ ആ പ്രേതത്തിന് രാത്രി സമയത്ത് വരാൻ പറ്റും. പക്ഷെ ഇപ്പൊ പ്രേതം അവന്റെ ബോഡി ജീവിക്കുന്നുണ്ട്, ആ രാത്രി സമയത്ത് ഗിന്നിനായിരിക്കും വരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളും കറക്റ്റ് 1:30 വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇവനെ വിളിച്ചുണർത്തും. അപ്പനാണ് എഴുന്നേക്കുന്ന ഗിന്നു ആയിരിക്കും. അതേസമയം അവൻ ഉറക്കത്തിലൊക്കെ ഒരു സ്വപ്നം ഇങ്ങനെ വന്നു, അതായത് ഈ മരിച്ചോയ ബോങ്സു ഒരു തോക്കുമായിട്ട് അവൻ നിൽക്കുന്ന സീൻ. അങ്ങനെ ഇവനെ കണ്ട് ഗിന്നുവിനൊക്കെ സംസാരിക്കാൻ പറ്റും. പക്ഷെ അവന്റെ ഒരു തോക്ക് ഇരിക്കുന്നുണ്ട്, ഇവന് പേടിച്ചായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പനാണ് ആ ബോങ്സിനെ കണ്ട് വേറൊരു കൂട്ടുകാരനും അടുത്തേക്ക് സംസാരിക്കും. അങ്ങനെ ഈ സ്വപ്നത്തിൽ അവൻ ഇരുന്നോണ്ടിരിക്കുമ്പോഴാണ് ഇവള് വിളിച്ചുണർത്തുന്ന സൗണ്ട് കേട്ട് അവൻ ഉറക്കത്തിൽ നീക്കും. അതിനെ ശിവരന്റെ ഇമോഷണലായി അവനെ കണ്ട സ്വപ്നമൊക്കെ പറയുമ്പം ഇവളാ ബോങ്സുവിന് വേണ്ട കാര്യം എന്തോന്നറിഞ്ഞാൽ പിന്നെ അവനെ സ്വർഗത്തിൽ പറഞ്ഞേക്കുന്ന ഈസി ആയിട്ടുള്ള കാര്യമെന്ന് ഇവനോട് പറയും. അതുകൊണ്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുവാണ് ഇവനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുമ്പം അവന് ശ്രമിച്ചു നോക്കാന്ന് പറയും. അങ്ങനെ അവസാനം ഇവരുടെ സംസാരിക്കുമ്പോൾ തന്നെ 3:30 അതായത് 1:30 to 3:30 വരെ ആ പ്രേതത്തിന്റെ സമയമുള്ളു. അതുകൊണ്ട് അവൻ ഇവൾക്ക് ഗുഡ് ബൈ പറഞ്ഞ് സുരക്ഷയായിട്ടിരിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവന് വീണ്ടും ആ സ്വപ്നത്തിൽ വന്നിട്ട് ഇവള് പറഞ്ഞ പോലെ അവനോട് സംസാരിക്കാൻ നോക്കുമ്പം അവനാണെ തോക്കും കൊണ്ട് ഇവന് ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് ഇനി ചോദിച്ച സീനാന്ന് പറഞ്ഞ് അവനങ്ങ് സൈലന്റ് ആകും. ഇതേ സമയം തന്നെ
ഇവിടെ യൊംവയും എങ്ങനെയൊക്കെ ആ പ്രേതത്തിനെ ഒരു എവിലാക്കി മാറ്റണം എന്നറിഞ്ഞ് ഇവളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവളും ക്ലാസ് കഴിഞ്ഞ് ആ ബോങ്സിനോട് സംസാരിക്കണം എന്നറിയുമ്പം അവൻ നേരിട്ട് അവളെ കാണാൻ വേണ്ടി പോകും. അതേസമയം ഇവരെ ഫോളോ ചെയ്ത് ജീഹോൻ ചെന്നിട്ട് അവനും നോക്കുമ്പോഴാണ് ഇത് അന്ന് കണ്ട ശ്യാമനല്ലെന്ന് അവന് മനസ്സിലാവും. അതേസമയം ഇവിടെ ഇവർ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവള് മറ്റേ മോതിരം ഇവന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞ് ആ വീടൊക്കെ തപ്പി നോക്കിയിട്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്ക് എവിലായിട്ട് ജീവിക്കാനൊന്നും ആഗ്രഹമില്ല, തൽക്കാലം മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹം എന്ന് പറയും. അപ്പോഴാണ് അവളും പൂച്ചിട്ട് നീ സാത്താന്റെ രാജാവാകാൻ പോവാ, ഇനി ഒരേ ഒരാളും കൂടെ കൊന്ന നിനക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആകാൻ പറ്റും, പക്ഷെ നിനക്ക് മനുഷ്യനായിട്ട് ജീവിക്കണം, നിനക്ക് അറിയത്തില്ലെന്നാ തോന്നുന്നത്. നീ ആ സിയോങ്ങിയെ കുറിച്ച് എന്ത് വിചാരിച്ചേ? അവൾക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല, നീ ഇരിക്കുന്ന ആ ഗിന്നനോടാ സ്നേഹം. രാത്രി നീ അറിയാത്ത സമയമൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, നിനക്കതിനെ കുറിച്ച് ഒരു പിടിയില്ലല്ലേ എന്ന് ഇവൾ ആ കാര്യം പറഞ്ഞു കൊടുത്തുടനെ ഇവനത് മനസ്സിലാക്കി ഒരു ശിവള് പറഞ്ഞ് സത്യമായിരിക്കും എന്നറിഞ്ഞ് അവൻ അന്ന് രാത്രി ഇവള് തന്ന ഒരു മന്ത്രം കൈപിടിച്ചോണ്ട് ഗിന്നന് പുറത്തു വരാതിരുത്തും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സിയോങ്ങിയും കറക്റ്റ് സമയമായതുടനെ ഇവനെ ഹഗ് ചെയ്ത് സംസാരിക്കുമ്പം അവന് മനസ്സിലാവും ആ യൊമ്പ പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് അവനും കുറച്ച് അപ്സെറ്റായി ഞാൻ നിന്റെ ഗിന്നു അല്ല ബോങ്സോ എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളും പെട്ടെന്ന് ഷോക്കാവും. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഇവർ തമ്മിൽ സംസാരിക്കാതിരിക്കുമ്പോഴാണ് ആ ബോങ്സും പെട്ടെന്ന് അവളെ വിളിച്ചുകൊണ്ട് സ്ഥലത്തേക്ക് ചെല്ലും. എന്നിട്ട് അവനും അവന്റെ കൂടെ മരിച്ച ഒരു കൂട്ടുകാരന്റെ കല്ലറ കാണിച്ചിട്ട് എന്റെ കൂട്ടുകാരൻ യുൻബു മരിച്ചപ്പോൾ അവന്റെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മോതിരം കൊടുത്തയക്കാൻ വേണ്ടി പറഞ്ഞു, പക്ഷെ അത് അവന്റെ അമ്മയുടെ ഏൽപ്പിക്കുന്ന മുമ്പേ ഞാൻ മരിച്ചുപോയി, അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രേതമായിട്ട് മാറിയത്. ഇപ്പൊ അവന്റെ അമ്മയുടെ മോതിരം അവന്റെ കല്ലറയിൽ തന്നെ വെച്ച എന്റെ ജോലി ഇതോടെ തീർന്നെന്ന് തോന്നുന്നു. എന്നിട്ട് അവൻ ആ മോതിരം അവിടെ കുഴിച്ചു വെച്ചിട്ട് ഇതോടെ ബോങ്സ് എന്ന ജീവിതം അവൻ അവസാനിക്കാൻ പോകാന്നറിയും. അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ ഗിന്നു എന്നറിഞ്ഞ് അവനുമായിട്ട് ജീവിക്കാന്ന് പറയുമ്പം ഇവർ രണ്ടുപേരും കൂടെ അപ്പൊ യഥാർത്ഥത്തെ ഗിന്നു എന്തെന്നറിഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും നിനക്ക് രാത്രി സമയത്ത് ഒരു പ്രേതത്തിനോട് സംസാരിക്കുന്ന പോലെ അവനോട് സംസാരിക്കാലെന്ന് അറിഞ്ഞിട്ട് ഇനി ഇവനെ മനുഷ്യൻ എന്നറിയും. അപ്പോഴാണ് ഇത് കിടന്ന് ജീഹയും നിനക്കെന്തോ വട്ടാണെന്ന് അറിഞ്ഞ് അവനോട് ചൂടാകുമ്പം അവന് നിങ്ങൾക്ക് മാത്രമല്ല വിഷമം, എനിക്കിവിടെ വിഷമിക്കുമെന്നറിഞ്ഞ് അവന് ഒത്തിരി ഇമോഷണലാകും. അതിനുശേഷം ഇവിടെ വീട്ടിൽ വെച്ച് യൊംവയും ആ ഗ്രിം റീപ്പറിനെ വിളിച്ച് ഗിന്നനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. അവളുടെ അമ്മ ഇനി നീ ഒരു ശാമനായിട്ടിരിക്കില്ലെന്നറിഞ്ഞ് അവളുടെ പവറൊക്കെ എടുത്ത് കളയാൻ വേണ്ടി തീരുമാനിക്കും. അതുകൊണ്ട് മറ്റേ ഗ്രേറ്റ് ആന്റിയുടെ സഹായത്തോടെ ഇവളുടെ ഷാമൻ പവർ അങ്ങ് ഇല്ലാതാക്കും. അതുകൊണ്ട് അവളാണ് വിഷമിച്ചിട്ട് നിങ്ങൾ എന്റെ ഷാമന്റെ പവർ ഇല്ലാതാക്കിയാലും അതിന് പകരം ഒരു പ്രേതത്തിനെ കൊണ്ട് എനിക്ക് പവർ തരാൻ പറ്റുമെന്നറിഞ്ഞ് വേറൊരു ഗോസ്റ്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവരുടെ ഫ്രണ്ടിൽ തന്നെ മറ്റേ മരിച്ചുപോയ കൊച്ചുവാന്ന് വിചാരിച്ച് പാവക്കുട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേഡിയെ കാണുന്നത്. എന്നിട്ട് അടുത്ത സെക്കൻഡ് അതിന്റെ ശക്തി യൂസ് ചെയ്ത് ഇവളുടെ പവർ തിരിച്ചു കൊണ്ടുവരാൻ ആ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലേക്ക് ചെന്ന് പ്രാർത്ഥന ചെയ്യുമ്പം അവിടേക്ക് വരുന്ന ജീഹോയും ഇവരെ കൊണ്ട് ഗിന്നിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കും. കാരണം പ്രേതം അവന്റെ ബോഡിയിൽ നിന്ന് പോകത്തില്ലെന്ന് ഇവനൊരു വിഷമമുണ്ട്. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവളാണ് ഇവനെ യൂസ് ചെയ്ത് തന്നെ ഗിന്നുവിനെ കൊന്ന് ആ പ്രേതത്തിന്റെ പവർ കൂട്ടാൻ തീരുമാനിക്കും. അതുകൊണ്ട് മറ്റേ പ്രേതത്തിന്റെ മോതിരം ഇവന് കിട്ടുവാണെങ്കിൽ കൊണ്ടുവന്ന് തരാൻ പറയുമ്പം അവൻ അടുത്ത സ്കൂളിലേക്ക് ചെന്നിട്ട് അവള് പറഞ്ഞ പോലെ ചെയ്യണേ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ ബോങ്സും ഇവനെ കുറിച്ച് ആരും വിഷമിക്കാത്തോണ്ട് അവന് ഗിന്നുവിന്റെ ക്യാരക്ടർ സ്പോയിൽ ചെയ്യുന്നല്ല ആർച്ചിൽ ഒരു കോപ്പ് വേണ്ടെന്ന് പറഞ്ഞ് കോച്ചിനോടും ബാക്കി എല്ലാവരോടും ദേഷ്യപ്പെടും. കൂടാതെ സിയോങ്ങ സംസാരിക്കാൻ വന്നാലും നീ എന്നെ ഗിന്നുമായിട്ട് നീ കാണുവാണെങ്കിൽ മാത്രം സംസാരിച്ചതെന്നറിഞ്ഞ് അവളെ വഴക്കുറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് ഇതെല്ലാം കാണുന്ന ജീഹോയും ഇവന്റെ അടുത്തിരുന്ന് ഗിന്നിനെ രക്ഷിക്കാൻ മിക്കവാറും അവളെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്നറിഞ്ഞ് അവള് പറഞ്ഞ പോലെ തന്നെ ആ കുഴിച്ചു വെച്ച കല്ലറയ്ക്കകത്തിരുന്ന് ആ മോതിരെടുത്ത് ഇവളുടെയും കൊടുക്കും. എന്നിട്ട് അവനും ഇതും കൊണ്ട് എന്തോ ചെയ്യാമോന്നും ചോദിക്കുമ്പം അവൾ അതൊക്കെ തരുന്നുമ്പേ ചോദിക്കണമെന്ന് അറിഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് ഇവനും പണി വാളിയാന്ന് അറിഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് കയറാൻ നോക്കുമ്പം അവൾ ആ ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസ് ലോക്ക് ചെയ്തിട്ടേക്കും. അതുകൊണ്ട് ഇവൻ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അതിനുശേഷം അവളും ആ മോതിരം യൂസ് ചെയ്തിപ്പോ ഗിന്നുവിനെ കൊന്ന് ബോങ്സോനെ പവർഫുൾ ആയിട്ടുള്ള ഡെവിലാക്കി മാറ്റാൻ നോക്കുക. അതുകൊണ്ട് ജീഹും പ്രശ്നമെല്ലാം മനസ്സിലാക്കി അവൻ അപ്പം തന്നെ സിയോങ്ങി വിളിച്ച് ഈ കാര്യം പറയും. അതിനുശേഷം അവളും വേദന സഹിക്കാൻ പറ്റാതെ ബോങ്സ് ഇരിക്കുന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് അപ്പം തന്നെ അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ഇവളുടെ അമ്മയും ആ ഗ്രിം റീപ്പർ വന്ന് ഗിന്നുവിനെ കൊല്ലുന്നതിന് മുമ്പേ നമുക്ക് ആ ഗ്രിം റീപ്പറിനെ ഡൈവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഒരു പ്ലാൻ ചെയ്യും. അതായത് ഇവരുടെ ഒരു റൂമിൽ മന്ത്രം പറഞ്ഞ് ഗിന്നുവിനെ അടച്ചിട്ടിട്ട് അവൻ വേറെ സ്ഥലത്തുള്ള പോലെ ആ ഗ്രിം റീപ്പറിനെ പറ്റിക്കാൻ പോവുക. അങ്ങനെ അതുകൊണ്ട് മനുഷ്യനെ പോലെ ഒരു സാധനം ഉണ്ടാക്കി ആ ഗിന്നുവാണെന്ന് കാണിക്കത്തക്ക രീതിയിൽ സിയോങ്ങ മറ്റേ കല്ലറയുടെ അടുത്തേക്ക് ചെന്ന് അവളൊരു പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഗിന്നുവിനെ കൊല്ലാൻ വരുന്ന ആ ഗ്രിം റീപ്പറും ഇവളിങ്ങനെ പ്രാർത്ഥന ചെയ്യുന്നുണ്ട് അവളുടെ വീട്ടിൽ നിന്ന് മാറിപ്പോയി ഇപ്പൊ ഇവളുള്ള സ്ഥലത്തേക്ക് വരുന്നത്. അതേസമയം മറ്റേ യൊംവെ കുറെ മന്ത്രം പറഞ്ഞ ഗ്രിം റീപ്പറിനെ വിളിക്കുന്നുണ്ട്. ഇവന് വേദന സഹിക്കാൻ പറ്റാതെ അവിടെ നിലവിളിച്ചോണ്ടിരിക്കും. അങ്ങനെ സിയോങ്ങിന്റെ അമ്മ പുറത്തേക്ക് പോയി അതേസമയം ഇവന് എനിക്ക് നേരെയാണ് നീ മന്ത്രം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ ഗ്രിം റീപ്പറിനെ ആ യൊംവയെ കൊല്ലാൻ വേണ്ടി ഇവനും തിരിച്ച് മന്ത്രം പറയും. കാരണം ഇതിനെ കുറിച്ചൊക്കെ സൊങ്ങയുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് അത് വായിച്ചു നോക്കി അവൻ ആ മന്ത്രം പറയുമ്പം പെട്ടെന്ന് ഗ്രിം റീപ്പറും ഇവന്റെ പ്രാർത്ഥന കേട്ട് യൊംവയെ കൊല്ലാൻ വേണ്ടി പോകും. പക്ഷെ അപ്പോഴായിരിക്കും യൊംവയ്ക്കും കാര്യം പിടികിട്ടുന്ന ഇവൾക്ക് നേരെ ആ ഗ്രിം റീപ്പർ ഇപ്പം വരുവാന്ന്. അതുകൊണ്ട് അവള് പേടിച്ചിരിക്കുമ്പം കുറെ സമയമായിട്ടും ആ ഗ്രിം റീപ്പർ ഇവളെ കൊല്ലാൻ വേണ്ടി വരത്തില്ല. അപ്പോഴാണ് ഇവളൊരു സത്യം മനസ്സിലാക്കുന്നത്. ഇവളുടെ അമ്മ ഇതിനു മുമ്പ് അവരെ ശപിക്കാൻ വേണ്ടി ഒരു കർച്ചീഫ് എന്നാണ്. പക്ഷെ സത്യത്തിൽ ആ കർച്ചീഫ് വേറൊന്നുമല്ല, ഇവൾക്ക് മരണം വരുവാണ്. ആ മരണം ഇവളുടെ അമ്മയ്ക്ക് പോകണം എന്ന്
പറഞ്ഞ ആ കർച്ചീഫ് ഒരു മന്ത്രം ചെയ്തേക്കുന്നത്, അതായത് ഒരു ഗോബ്ലിന്റെ കർച്ചീഫാണത്. അങ്ങനെ അത് മനസ്സിലാക്കുന്ന അവളും അപ്പൊ ഗ്രിം റീപ്പർ എന്നെ അന്വേഷിച്ചല്ല എന്റെ അമ്മയെ അന്വേഷിച്ചാ പോയെന്നറിഞ്ഞ് ഇവള് മനസ്സിലാക്കും. അതേസമയം യൊംവയെ കൊല്ലാമെന്ന ഗ്രിം റീപ്പറും നേരെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരെ മരണത്തിലേക്ക് ആക്കിയിട്ട് അങ്ങ് പോകും. അതിനെ ഈ കാര്യം അറിയുന്ന ഇവരെല്ലാം വിഷമിച്ച് അവിടെ കൂടി വരുമ്പോഴാണ് അവളുടെ അമ്മയും മരണത്തിന്റെ അവസാന നിമിഷത്തിരിക്കുക. അപ്പോഴാണ് യൊംവയും വിഷമിച്ചോണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇതിനെ നിങ്ങൾ മരിക്കുന്നെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. പക്ഷെ അവളുടെ അമ്മയും അതൊന്നും കുഴപ്പമില്ലെന്നറിഞ്ഞ് ഇവള് ജീവിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യുമെന്ന് പറഞ്ഞ് മരിച്ചുപോകും. അങ്ങനെ ഈ ഒരു സീനോടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിരുന്നത്. ഇനി ഒരു 2 എപ്പിസോഡും കൂടെ ഉള്ളു നമ്മുടെ ഡ്രാമ തീരാൻ. സോ ഇതുവരെ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടവരെല്ലാം ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ലവ് കാണിക്കുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Kissing booth, taste breakfast, lunch, and gin and juice, and that dinner.